ഏതായാലും നമ്മുടെ PC ജോർജും മകൻ ഷോൺ ജോർജും കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകൾ, അതായത് കത്തോലിക്ക സഭയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് അവരുടെ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരുടെയും പേരെഴുതിയിട്ടില്ല. ഇതിൽ രാഷ്ട്രീയ അവസരവാദികൾ അവർ എഡിറ്റോറിയലാണ് എഴുതിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മാർപ്പാപ്പയ്ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് മറ്റും നടത്തിയ ഒരു നീക്കമുണ്ടല്ലോ, അതിനെ വിമർശിച്ചുകൊണ്ട് എഴുതി തുടങ്ങിയ എഡിറ്റോറിയലിൻ്റെ ഏതാണ്ട് പകുതി കഴിയുമ്പോഴേക്കും പിന്നെ അത് PC-യിലേക്കും മകനിലേക്ക് മാറുന്നതാണ് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയ അവസരവാദികൾ മടക്കി കുത്തി വന്നാലേ രാഷ്ട്രീയ കവലച്ചട്ടമ്പി എന്നുള്ള പ്രയോഗം അതിൽ ഉപയോഗിച്ച് ഞങ്ങൾ പേടിച്ചു പോകില്ല എന്ന് പറയുന്നുണ്ട്. അവർ അത് പേടിച്ചു പോകുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സത്യത്തിൽ ഒരു PC ജോർജിനെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അറിയാമല്ലോ, അതെ, PC ജോർജിൻ്റെ സ്വഭാവം അറിയാമല്ലോ. അദ്ദേഹം വായി വരുന്നതെല്ലാം വിളിച്ചു, എന്നിട്ട് യാതൊരു ഉളുപ്പും ഇല്ലാതെ അതിനൊക്കെ പിന്നീട് മാപ്പും പറയും. ഇപ്പം അദ്ദേഹം വെറുപ്പിക്കാത്ത ഒരു സമുദായവും മതവും കേരളത്തിലില്ല, നേതാക്കളുമില്ല. ഈ പിന്നെ എന്താ പറയുന്നത്, വർഗീയ പ്രസ്താവന നടത്തിയതിന് കേസുമായി അകത്തു പോയ ആളാണ്, അല്ലേ? അപ്പം അദ്ദേഹം ഓരോ സമയത്തും ഓരോ രീതിയിൽ പറയും. പോയ ഒരു കോടാലിയാണ്, നമുക്കറിയാം. PC ജോർജ് ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞ ഒരു വിഷയം, ബിഷപ്പിനെ എന്താ പോക്കർത്തരം പറയരുതെന്ന് പറഞ്ഞു, ഊളത്തരം പറയരുതെന്ന് പറഞ്ഞു, നിങ്ങൾ അരമനകളിൽ നിന്നല്ല, നിങ്ങളെന്നും പറഞ്ഞ് ആരും ഇവിടെ വോട്ട് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. PC ജോർജിനെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ മകനും ഈ ഒരു അവസ്ഥയിലേക്കാണ് പോയത്. പക്ഷേ ഒരിക്കലും ഷോൺ വളരെ ഇപ്പോൾ BJP-യിൽ പ്രതീക്ഷയോടുകൂടി വളർന്നു വരുന്നൊരു യുവ നേതാവ് തന്നെയാണ്. ഷോണും അമ്മാതിരി അത്രയും ഭാഷ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട സഭയ്ക്ക് നേരെ ഇത്ര ആരോപണം ഉന്നയിക്കും, അല്ലെങ്കിൽ അവർക്കൊരു താക്കീത് നൽകുമ്പോഴാണ് നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ. മാത്രമല്ല ഈ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഇത്തരത്തിൽ നിർദ്ദേശം കൊടുത്തോ എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. അതിനെക്കുറിച്ച് ആധികാരികമായി യാതൊരു തെളിവും പുറത്തു വന്നിട്ടില്ല. എങ്കിലും ഇത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന രണ്ടുപേരും കൂടെ രംഗത്തെത്തുമ്പോൾ അതിലെന്തോ കാര്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. BJP തള്ളി പറഞ്ഞിട്ടുണ്ട്. സുരേഷ് പറഞ്ഞിരിക്കുന്നത് അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. BJPക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. BJP കോൺഗ്രസ് ഇതൊരു അവസരമാക്കി മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഡീൻ കുര്യാക്കോസ്, പത്രത്തിലെ ഒരു പേജ് മുഴുവൻ നമ്മുടെ മന്ത്രി വാസവൻ എല്ലാം ജോർജിനെതിരെ. പക്ഷെ ജോർജിനെതിരെ ഇത് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ജോർജിൻ്റെ തനതായ ശൈലിയാണ്, തനതായ സ്വഭാവമാണ്. അപ്പോൾ പക്ഷെ അവർ പറഞ്ഞുകൊണ്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ അവസരവാദ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ജോർജ് കിടന്ന് ചാടുന്നത്. സത്യമല്ലേ? അതെ. മാത്രമല്ല ഇത് BJP സംബന്ധിച്ചിടത്തോളം BJP കുറച്ച് നാളെ നമുക്കറിയാം പരമാവധി ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും ക്രൈസ്തവ സഭകളെയൊക്കെ പരമാവധി അവർ കൂടെ നിർത്താനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ബിഷപ്പുമാരൊക്കെ ഡൽഹിയിൽ വിളിച്ച് പ്രധാനമന്ത്രി വിരുന്ന് കൊടുത്തത്, അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷത്തിന് അദ്ദേഹം പള്ളിയിൽ ചെന്ന് പങ്കെടുത്തു, അതിൽ ആഘോഷത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം തന്നെ പെട്ടെന്നൊരു അടി കിട്ടിയതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഇതെത്തി. ഈ പലപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണത്തിന് വേണ്ടി എന്ന രീതിയിൽ കൊണ്ടുവരുന്ന നിയമങ്ങൾ, അതായത് FCRA പോലെയുള്ള നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ ദ്രോഹത്തിനുള്ളതാണ് എന്നാണ് ദീപിക പറഞ്ഞു വെക്കുന്നത്. ദീപികയുടെ എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നത്. അപ്പം ദീപിക ദിനപത്രം ഒരിക്കലും സഭയുടെ മുഖപത്രമല്ലെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. അത് ഇവിടുത്തെ വലിയ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സ് ആരാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഷോൺ രംഗത്ത് വന്നത്. മാത്രം ഷോൺ വേറെ ആരും പറയുന്നത്, കഴിഞ്ഞ കുറേ മാസങ്ങളായി വീക്ഷണവും ദീപികയും തമ്മിൽ വായിച്ചത് ഏതാണ് ഒരു പത്രം, വീക്ഷണമാണോ ദീപികയാണോ നമുക്ക് പരസ്പരം മാറിപ്പോകുമെന്നാണ്. രണ്ടുപേരും ഒരേ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. ഇതിനകത്തിപ്പോൾ ഈ FCRA എന്ന് പറയുന്നത് FCRA അമെൻമെൻറ്റ് ആക്റ്റാണ്. അമെൻഡ് ചെയ്യണം. നിയമം നേരത്തെ ഉള്ളത് തന്നെയാണ്. നിയമം നേരത്തെ ഉള്ളത് 1976 നിയമമാണ്. 2010 ഇതൊന്ന് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും ഇപ്പോൾ അമെൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ കടുത്ത വകുപ്പുകൾ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇത് ദോഷകരമല്ലെന്ന് തോന്നാമെങ്കിലും പരോക്ഷമായിട്ട് ക്രൈസ്തവ സഭകൾക്ക് ദോഷം ചെയ്യും എന്നുള്ള നിലപാടിലാണ് മെത്രാന്മാർ. അതാണ് അവർ ആ നിലപാട് സ്വീകരിച്ചത് എന്നാണ് സഭാ മേധാവികളും അതിനകത്ത് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോഴും എനിക്ക് അവിടെ ഉയരുന്നൊരു ചോദ്യം, ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ BJP ഇത് കൊണ്ടുവരണമായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും കേരളത്തിലെ BJP വെട്ടിലാക്കി എന്നുള്ള സത്യമാണ്. അത് പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലേക്ക് ആ മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള തിരിച്ചടിക്ക് കാരണമായി മാറിയിട്ടുണ്ട്. അവർ നോക്കുമ്പോൾ കേരളം ഒരു ന്യൂനപക്ഷമാണ്. എന്താണ് കേന്ദ്ര സർക്കാർ നോക്കുമ്പോൾ കേരളം ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് അവർക്കറിയാം. BJP കേരളം ഒരിക്കലും ഒരു കോയിലേഷൻ്റെ ഭാഗമായിട്ട് പോലും ഭരിക്കുന്ന ഒരു മുന്നണിയാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, BJP CPM ധാരണ വരണം. BJP UDF ധാരണ, കോൺഗ്രസ് ധാരണ ഒരിക്കലും വരില്ല. പിന്നെ വരേണ്ടത് പരസ്യമായിട്ടൊരു കോയിലേഷൻ സർക്കാരായിട്ട് BJP CPM ധാരണ പോലെ വരണം. അങ്ങനെയും വരാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ പിന്നെ ഉള്ളത് BJP ഒക്കെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ BDJS പോലെയുള്ള അവസരവാദ മതരാഷ്ട്രീയ കക്ഷികളെ
ഒന്നും പിടിച്ചുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവരാരെ പിടിച്ചെന്ന് പറഞ്ഞാലും ക്രൈസ്തവരൊരിക്കലും മുഴുവൻ കുറച്ച് പേരൊക്കെ ചെയ്തേക്കാം. ഏത് ക്രൈസ്തവ മുഖത്തെ നിങ്ങളൊരു ബിഷപ്പിനെ കൊണ്ട് ഇലക്ഷൻ നിർത്തിയാൽ പോലും വോട്ട് ചെയ്യത്തില്ല. ക്രിസ്ത്യാനികൾ പിന്നെ BJPക്ക് വോട്ട് ചെയ്യില്ല. പിന്നെ നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾ ഈ പിന്നെ എന്താ ക്രൈസ്തവ സഭകളോട് അടുത്തു എന്ന് കാണിച്ച് നിങ്ങൾ മുന്നോട്ട് വന്നത് എന്തിനെന്ന് ചോദിച്ചാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ഒന്ന് വിജയിപ്പിച്ചു. എന്നാൽ അത് രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയില്ല. തൃശ്ശൂരിൽ ക്രൈസ്തവ സഭകളിൽ നിന്ന് സുരേഷ് ഗോപി കിട്ടിയ ഒരു പ്രിവിലേജ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ കിട്ടിയില്ല. ലത്തീൻ മേഖലകളിൽ പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയയിലൊന്നും തന്നെ അത് കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ MP ആകുമായിരുന്നു. ഇപ്പൊ നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ നിൽക്കുന്ന സ്ഥലത്ത് പോലും ക്രൈസ്തവ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് കിട്ടുമെന്ന് യാതൊരു ഉറപ്പും ഇല്ല. അത് BJPക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർ കേരളത്തിലെ പ്രതിഷേധം കണക്കിലെടുക്കുക. കേരളത്തിൽ CPM അല്ലെങ്കിൽ കോൺഗ്രസ് വന്ന് ദേശീയ തലത്തിൽ അവർക്കൊരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് തന്നെ ഇതങ്ങ് വിട്ടേക്കാമെന്ന് അവർ കരുതി കാണുമെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ വടക്കോട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം, BJPയുടെ നിലനിൽപ്പ് തന്നെ മതത്തിലാണ്. അതും ഹൈന്ദവത, അതിതീവ്ര ഹൈന്ദവത അത് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഈ വടക്കോട്ടുള്ള ഛത്തീസ്ഗഡ്, മണിപ്പൂർ, പിന്നെ നോർത്ത് ഈസ്റ്റ് മുഴുവൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം ഏതാണ് UP ആണേലും മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ആണേലും അതുപോലെയുള്ള മലയോര മേഖലകൾ, നക്സൽ ബാധിത പ്രദേശങ്ങളുണ്ടല്ലോ ഈ പിന്നെ അതുപോലെ ജാർഖണ്ഡ്, അങ്ങനെയുള്ള ഇവരെ ഏറ്റവും കൂടുതൽ ഈ മതപരിവർത്തനത്തിൽ ലക്ഷ്യമിടുന്ന ട്രൈബൽ പീപ്പിളിനെയാണ്. അതായത് അവർക്കാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ആദിവാസി വിഭാഗത്തെയാണ് ഇവർ മതം മാറ്റാൻ ഇവരവിടെ കൊണ്ട് ഇതും ഉണ്ടാക്കി അവർ പ്രത്യേകിച്ചൊരു ദൈവത്തെ പുതുതായിട്ട് കൊണ്ടുവച്ച് അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം BJPക്ക് ജയിക്കണമെങ്കിൽ ഹിന്ദുത്വം പറയണം. ഹിന്ദുത്വം പറയുമ്പോൾ അവർ ആദ്യമായിട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങൾക്കെതിരെ അല്ല അവർ തിരിയുന്നത്. അവർ സാധാരണ ചെയ്യുന്നത് ക്രൈസ്തവ പള്ളികൾക്ക് നേരെ ആക്രമണം. എപ്പോഴും നടക്കാറുള്ളത് ഈ ക്രൈസ്തവ ദേവാലയങ്ങൾ. അതെ, ഈ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെയാണ്. അതില്ലെങ്കിൽ BJPക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ നിലവിൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ അവിടെ ഈ മതമാറ്റം, മതപരിവർത്തനം നടത്തുന്ന അല്ലെ പ്രേക്ഷിത വേല ചെയ്യുന്ന, സുവിശേഷ വേല ചെയ്യുന്ന ക്രൈസ്തവ എന്താ പറയുന്നത് പാസ്റ്റർമാരുണ്ട്. ഈ പാസ്റ്റർമാരെ എല്ലാം അവർക്കെല്ലാം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കേരളത്തെ കാര്യമായിട്ട് ബാധിക്കുന്ന ബില്ലല്ല. കാരണം കേരളത്തിലെ സഭകൾക്കൊന്നും നിലവിൽ ഇപ്പം നമുക്കറിയാം ഇവിടെ എത്ര പേർക്ക് ഈ FCRA കിട്ടുന്നുണ്ട്. അതായത് വിദേശ ഫണ്ട് എത്ര പേർക്ക് കിട്ടുന്നുണ്ട്. FCRA നിയമപ്രകാരം കേരളത്തിലെ ഒട്ടുമിക്ക ക്രൈസ്തവ സഭകളുടെ എല്ലാം വിദേശ ഫണ്ട് മരവിപ്പിച്ചിട്ടേക്കും. അപ്പം ഒരുപാട് സഭകളുണ്ട്, നമുക്കറിയാവുന്ന കൊച്ചു കൊച്ചു പെന്തക്കോസ്റ്റൽ സഭകളുണ്ട്, അല്ലാത്ത സഭകളുണ്ട്. അവരുടെ എല്ലാം ഇവിടുന്ന് ഈ PC ജോർജ് അല്ലെ ജോർജ് കുര്യൻ അതുപോലെ ഉള്ള ആൾക്കാർ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നീക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. മാത്രമല്ല കേരളത്തിലെ വലിയ സഭകളെ സംബന്ധിച്ചിടത്തോളം, പ്രമുഖമായ സഭകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം ആസ്തി ഉള്ളവരാണ്. കോളേജുകളും ആശുപത്രികളും ഒരുപാട് പ്രസ്ഥാന സ്കൂളുകളൊക്കെ ഉള്ള, അങ്ങനെ വലിയ തോതിലുള്ള അവർക്ക് ഈ വിദേശത്തെ സഹായമൊന്നും കിട്ടില്ലെങ്കിൽ സുഖമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്ഥിതിയുള്ള സഭകളാണ്. പക്ഷേ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ അപ്പോഴും ലക്ഷ്യമിടുന്നത് ഇന്ത്യ ഒട്ടാകെയുള്ള ക്രൈസ്തവ സംരക്ഷണം. കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് FCRA വന്നുകൊണ്ട് അവർക്ക് ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടല്ല അവരുടെ പ്രശ്നം. ഇതിൻ്റെ പേരിൽ ന്യൂനപക്ഷ സമുദായമായ ക്രൈസ്തവരെ കേന്ദ്ര സർക്കാർ ദ്രോഹിക്കാനുള്ള ഹിഡൻ അജണ്ടകൾ ഇതിലുണ്ട് എന്നാണ് അവരുടെ ഒരു. അപ്പോൾ ഏതായാലും ഈ PC ജോർജും ഷോൺ ജോർജും പറഞ്ഞ കാര്യങ്ങൾ BJP തന്നെ ഇപ്പോൾ തള്ളി പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ഉള്ള ഇവിടെ രാഷ്ട്രീയ വളർച്ച അല്ല. നമ്മൾ വേറെ ഇതിനകത്ത് ഒരു കാര്യം വിട്ടുപോയി. ഇവർ വെറുപ്പിക്കാത്ത ഒരു മതവുമില്ല. ഈഴവരെയാണ് ആദ്യം വെറുപ്പിച്ചത്. വെള്ളാപ്പള്ളി നടേശന് ഈഴായിട്ട് ഭയങ്കര പ്രശ്നമായി. അതുകൊണ്ട് ആ മേഖലയിലെ ഈഴവ വോട്ടുകൾ മുഴുവൻ പോയി. അതെ, മുസ്ലിം വോട്ടുകൾ ഇല്ലാതാക്കി. അവസാനം സ്വന്തം സമുദായമായ ക്രൈസ്തവരെ വരെ വെറുപ്പിക്കുകയാണ്. അപ്പം ഓർത്തോണം, ഈ കഴിഞ്ഞ ഇടയ്ക്ക് പുള്ളി മുസ്ലിം സമുദായത്തോട് മാപ്പ് അപേക്ഷിച്ചു. ഇലക്ഷനിൽ നിന്ന് മുസ്ലിം സമുദായത്തോട് മാപ്പ് അപേക്ഷിച്ചു. മാപ്പ് അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചാനലുകാരൻ ചെന്ന് ഈ സംഭവം മാപ്പ് അപേക്ഷിച്ചല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ ചീത്ത വിളിച്ചു. അത് ലൈവ് പോകുന്നതിൻ്റെ മുമ്പ് ഇരുന്നുണ്ട്. അപ്പോൾ തന്നെ ഇയാളിലെ കപട നാട്യക്കാരനെ ആൾക്കാർ തിരിച്ചറിഞ്ഞു. ഇപ്പം സ്വന്തം സഭയ്ക്കെതിരെ തിരിഞ്ഞപ്പോൾ ക്രൈസ്തവരെല്ലാം കൂടെ സ്വന്തം സഭയിലുള്ളവനാണെങ്കിലും തിരിച്ചു പറഞ്ഞാൽ ദീപിക പത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഡാമേജാണ് ഇത് വരുത്തി വെച്ചിട്ടുള്ളത് എന്നുള്ള ഇവരുടെ ഇന്നലെ നടത്തിയ പ്രസ്താവനകൾ. അപ്പോൾ ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ PC ജോർജിന്റെ സ്ഥിതി കൂടുതൽ അപ്രസക്തമാകാൻ ഇത് സഹായിക്കും. അപ്രസക്തമായി BJP അവരെ തൊഴിച്ചെറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും.